ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഹലോ ഐശ്വര്യ, താൻ ഓക്കെ ആണോ? സർ, ഞാൻ എലിസബത്ത് ആണ്. ഐശ്വര്യ 5-6 പേർ ചേർന്ന് ഇപ്പൊ പിടിച്ചോണ്ട് പോയി. തന്റെ സ്വന്തം ചേച്ചിയൊന്നുമല്ലല്ലോ. അതോ അനസൂയെ തനിക്ക് ഇഷ്ടമില്ലാത്തോണ്ട് അവളുടെ സൈഡ് പറയുന്നതാണോ? എന്തായാലും അമ്മ പറയുന്നത് തന്നെയാ ശരി. ചതിക്ക് മാപ്പ് കൊടുക്കണ്ട. അതാരായാലും എല്ലാരെയും പറഞ്ഞു കുറെ പറ്റിച്ചല്ലേ, അനുഭവിക്കട്ടെ. ഈ കോൾ എന്തിനാണെന്ന് എനിക്കറിയാം. ഹലോ ഹലോ ഐശ്വര്യ, ഞാൻ വിളിച്ചതേ തന്നോടൊരു കാര്യം പറയാനാ. അമ്മയോട് ഞാൻ സംസാരിച്ചിരുന്നു. പക്ഷേ അമ്മ ഈ ബന്ധത്തിന് സമ്മതിക്കുന്നില്ല. തനിക്കറിയാലോ, അമ്മയെ മറന്ന് ഞാനൊന്നും ചെയ്യില്ല. ഞാൻ പറയുന്നത് കേട്ട് തനിക്ക് വിഷമമൊന്നും ഉണ്ടാവരുത്. സാറിന് എന്നെ വേണ്ടല്ലേ? എനിക്കറിയാം സാറ് ഇത് തന്നെയായിരിക്കും പറയാൻ വരുന്നെന്ന്. സാരമില്ല, അമ്മയ്ക്ക് ഇഷ്ടമല്ലാത്തൊരു ബന്ധം സാറ് മുന്നോട്ട് കൊണ്ടുപോകണ്ട. എന്നേക്കാൾ നല്ലൊരു പെൺകുട്ടിയെ അമ്മ തന്നെ സാറിന് കണ്ടുപിടിച്ചു തരും. അതാടോ ഞാൻ പറഞ്ഞു വന്നത്. എന്റെയും അനസൂയയുടെയും വിവാഹം അമ്മ ഉറപ്പിച്ചു വെച്ചിരിക്കുക. ഞാൻ എത്ര പറഞ്ഞിട്ടും അമ്മയ്ക്ക് മനസ്സിലാവുന്ന പോലുമില്ല. നിവർത്തിയില്ലാതെ ഞാനതിന് സമ്മതിക്കേണ്ടി വരും. ഞാൻ എത്ര പറഞ്ഞിട്ടും വാശിയില്ല അമ്മ. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ലടോ. ഞാൻ അമ്മയോട് ഒരു തെറ്റ് ചെയ്തു. അമ്മയോട് മാത്രമല്ല, എല്ലാവരോടും. അതിന്റെ ശിക്ഷയാ ഞാനിപ്പോ അനുഭവിക്കുന്നത്. ഒരു തരത്തിലും സാറിന്റെ അമ്മയെ ഞാൻ കുറ്റം പറയില്ല. കാരണം 100% തെറ്റും എന്റെ ഭാഗത്ത് തന്നെയാ. അമ്മയുടെ സ്ഥാനത്ത് മറ്റാരാണെങ്കിലും ഇങ്ങനൊരു തീരുമാനം എടുക്കൂ. അനസൂയ നല്ല കുട്ടിയാ, എല്ലാം കൊണ്ടും സാറിന് ചേരും. അവളോടൊപ്പം സാറ് നല്ല പോലെ ജീവിക്ക. തനിക്ക് എങ്ങനെയാടോ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുന്നേ? എന്നെ വേണ്ടെന്നും ഇപ്പൊ നമുക്ക് ബ്രേക്കപ്പ് ആവാന്ന് പറയാൻ വേണ്ടിട്ടല്ലേ സാറിപ്പ് എന്നെ വിളിച്ചത്? ഞാൻ പുറമെ ഇങ്ങനെ നിസ്സാരായിട്ട് പറയുന്നുണ്ടെങ്കിലും ഉള്ളില് ഞാൻ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുക സാർ. ഈ കോള് കട്ടാവുന്നതോടെ ഞാനും സാറും തമ്മിലുള്ള എല്ലാ ബന്ധവും തീരുമെന്ന് എനിക്കറിയാം. ഒരു കാലത്തും സാർ എന്നെ ശപിച്ചേക്കരുത്. ഞാൻ ഈ ചെയ്തതെല്ലാം സാറോടുള്ള ഇഷ്ടം കൊണ്ടാ. മറ്റാരും എനിക്ക് ബോധ്യപ്പെടുത്തണ്ട. സാറത് മനസ്സിലാക്കണം. ഇപ്പൊ ഈ പിരിയാൻ പോകുന്ന സമയത്തും എനിക്ക് സാറിന് ഭയങ്കര ഇഷ്ടാ. ഒരുപാട് ഒരുപാട് ഇഷ്ടാ. പിരിയുന്നതിൽ എനിക്ക് വിഷമമുണ്ട് ഐശ്വര്യ.
അമ്മയെ കൺവിൻസ് ചെയ്യാൻ എനിക്കാവുന്നില്ല. തനിക്കറിയാലോ, അമ്മ പറയുന്നത് ഞാൻ എതിർക്കാൻ പോവില്ല. തന്നെ എനിക്ക് മറക്കാനൊന്നും പറ്റില്ലടോ. അത്രയ്ക്കും നമ്മൾ സ്നേഹിച്ചല്ലേ. നിങ്ങൾക്ക് ആരാ? എന്താ? ഹലോ, അയ്യോ, എന്നെ വീട്, ഐശ്വര്യ, എന്നെ വീടാറാ പറഞ്ഞ. അയ്യോ, അയ്യോ, പ്ലീസ് ഹെൽപ്പ്, എന്നെ വീട്, മാറ്, എന്നെ തൊടല്ലേ, ഹെൽപ്പ്. ഐശ്വര്യ, ഹലോ, ഐശ്വര്യ, ഐശ്വര്യ, എന്നെ വീട്, ഹലോ, വീട്. ഹലോ. എടുക്ക്, എടുക്ക്. എന്നിട്ട് ഞാൻ പറഞ്ഞു തന്നെല്ലാം കാണാപ്പാടം പോലെ പറയും. എടി എടുക്കാൻ. ഹലോ, ഐശ്വര്യ, താൻ ഓക്കെ ആണോ? സർ, ഞാൻ എലിസബത്താണ്. ഐശ്വര്യ 5-6 പേർ ചേർന്ന് ഇപ്പൊ പിടിച്ചോണ്ട് പോയി. ആര്? ആരാന്നൊന്നും അറിയില്ല സർ. കണ്ടിട്ട് ഗുണ്ടകളെ പോലെ ഇരിക്കുന്നവരാ. കടൽക്കരയിലെ ആ ഗോഡൌണിന്റെ കാര്യം അവര് പറഞ്ഞത്. എനിക്ക് തോന്നുന്നത് അവളെ അവരങ്ങോട്ട് കൊണ്ടുപോയെന്നാ. എങ്ങനെയെങ്കിലും അവളെ രക്ഷിക്കണം സർ. ഹലോ, ഹലോ സർ. ഓക്കെ, 1 second. ഹലോ, നിങ്ങൾ ആ കടൽക്കരയിലുള്ള ഗോഡൌണിലോട്ട് വാ. ഓക്കെ. നീ വേഗം വണ്ടി എടുത്തേ. ആ, അതൊക്കെ പറയാം. നീ വണ്ടി എടുക്ക. വാ.